പെരിയയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്ത് എൻഡോസൾഫാൻ ഇരകളെ ചികിത്സിക്കാൻ ആശുപത്രി നിർമ്മിക്കണമെന്ന് എൻഡോസൾഫാൻ ഇരയും പ്രതിരോധ പ്രവർത്തകയുമായ ലീലാകുമാരിയമ്മ ആവശ്യപ്പെട്ടു. ഈ നമ്മുടെ അടുത്ത് കിടക്കുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്തായാലും ഒരു സാനിറ്റോറിയം പണിതിട്ട് അവിടെ ഈ പാവങ്ങളെ മുഴുവൻ ജീവിപ്പിക്കണം. അല്ലാതെ നല്ല വനം പോലെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് കീടങ്ങളും മൃഗങ്ങളൊക്കെ വരുന്നത്. അതിനെയൊക്കെ കൊന്നു നശിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഈ വർഷം മുഴുവൻ അടിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സാനിറ്റോറിയം ഈ നരകജാതി അനുഭവിക്കുന്നവർക്ക് നൽകിക്കൊണ്ട് നല്ലൊരു ആയുർവേദ ആസ്പത്രി ആക്കി മാറ്റണമെന്നുള്ളത് എനിക്ക് വലിയൊരു അപേക്ഷയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നരകിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നാം പൊട്ടിക്കരഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് മക്കളെ കാണുമ്പോൾ. ഇനി വരും തലമുറയെങ്കിലും നന്നായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇനിയുള്ള നമ്മുടെ ഇപ്പം ജൈവ കൃഷി തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും താല്പര്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൻ്റെ അവസാനം. കാസർഗോഡ് ജില്ല മികച്ച കൃഷിഭൂമിയായിരുന്നു. ജൈവവളങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇവിടുത്തെ കൃഷിരീതി. കൃഷി ശാസ്ത്രജ്ഞന്മാരില്ലാത്ത മികച്ച വിളവെടുപ്പ് നടത്തിയ ഇടമാണ് ഈ നാട്. കൃഷി ശാസ്ത്രജ്ഞരും കൃഷിയിലെ ശാസ്ത്രീയ രീതികളും വന്നതോടെയാണ് ഈ മേഖലയിൽ ദുരന്തമുണ്ടായതെന്ന് ലീലാകുമാരിയമ്മ പറഞ്ഞു. എൻഡോസൾഫാൻ മാത്രമല്ല, കൃഷി ഓഫീസുകളിൽ നിന്ന് വിതരണം ചെയ്യുന്ന എല്ലാ കീടനാശിനികളും മനുഷ്യനെ കൊല്ലുന്നതാണ്. ഇവയെല്ലാം തന്നെ നിരോധിക്കണമെന്നും ലീലാകുമാരിയമ്മ ആവശ്യപ്പെട്ടു.